സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നല്ല പോകുന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ പോകുന്നത് പൊന്മുടിയിലേക്കാണ്. പെട്ടെന്ന് പ്ലാൻ ചെയ്തൊരു ട്രിപ്പായിരുന്നു. ഇന്നലെ നൈറ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തു, ഇന്ന് രാവിലെ റെഡിയായി. 1-2 പേരെടുത്ത് വഴി വിളിച്ചൊക്കെ ചോദിച്ചു, പോവാൻ റെഡിയായി. അപ്പോൾ പറഞ്ഞ വഴിക്കൊന്ന് ഇൻട്രോ എടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. അപ്പം ഏകദേശം നമ്മൾ ഇനി ഒരു കുറച്ചും കൂടി പോയാൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് നമ്മൾ എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടുന്ന് 16 കിലോമീറ്ററാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചെക്ക് പോസ്റ്റ് എത്താറായിട്ടുണ്ട്. സോ നമ്മുടെ പൊന്മുടി ട്രിപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം, എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാശി പറഞ്ഞേ സ്വാഗതം. അപ്പോൾ നമുക്ക് മുകളിലോട്ട് പോവാം. ഇനി സെക്കൻഡ് ചെക്ക് പോസ്റ്റ് എത്ര ദൂരം ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് മുകളിലോട്ട് കയറിയിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പറയാം. സോ നമ്മൾ വന്ന കാഴ്ചകളെല്ലാം ഇക്കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടി നമുക്ക് കാണാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് കരുതുന്നു. നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ ഇത്രയും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ സത്യത്തിൽ ഇന്നാണ് കേട്ടോ ആകാശം ഇത്രയ്ക്ക് ശ്രദ്ധിക്കുന്നത്. നല്ലൊരു വ്യൂ ആയിരുന്നു, കാണാൻ തന്നെ ഒത്തിരി നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ 2-3 വട്ടം പോയിട്ടുണ്ട്. അപ്പോൾ പോയ ടൈമിലെല്ലാം ചേട്ടൻ്റെ കൂടെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ ആ ടൈമിൽ സത്യം പറഞ്ഞാൽ ചേട്ടൻ വണ്ടി ഓടിക്കും. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ സ്വന്തമായിട്ട് ഓടിച്ച് ഇത്രയും ലോങ് പോകുന്നത്. ലോങ് എന്ന് പറഞ്ഞാൽ തെന്മലയൊക്കെ പോയിട്ടുണ്ട്, എന്നാലും ആദ്യമായിട്ട് പൊന്മുടിയിൽ ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ അന്ന് നമ്മൾ പോയ ടൈമിൽ സത്യത്തിൽ ചേട്ടൻ്റെ ഫ്രണ്ട്സ്, അവരെ ഫാമിലി, നമ്മളെല്ലാവരും കൂടി ഒത്തായിരുന്നു പോയി. പക്ഷേ ആദ്യം പോയ ടൈം നല്ല സെറ്റ് ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നല്ല കോടയൊക്കെ ഇറങ്ങി, മഴയും കോടയൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു ഭംഗിയായിരുന്നു. അപ്പോൾ അതിന് ശേഷം നമ്മൾ പോയ സമയമെന്ന് പറഞ്ഞാൽ നല്ല വെയിലായിരുന്നു കേട്ടോ. അന്ന് നമ്മൾ പോയിട്ട് കുറച്ച് നേരം അവിടെ നിന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഇറങ്ങി. അതുകൊണ്ട് ഇപ്രാവശ്യം നമ്മൾ പോയപ്പോഴത്തേക്കും ഞാനൊരു ഉച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പോയത്. കുറച്ചൊന്ന് വെയിലൊക്കെ ഒന്ന് തണുത്തതിന് ശേഷം പോകാമെന്ന് കരുതി. കാരണം നമ്മൾ രാവിലെ പോയാലും വെയിലൊക്കെ ആകുമ്പോൾ കുഞ്ഞിനെയും കൊണ്ട് പോകുമ്പോഴത്തേക്കും എല്ലാം വലിയ പാടായിരിക്കും. അപ്പോൾ ഇച്ചിരി ഉച്ചയൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങ് ചെല്ലുമ്പോഴത്തേക്കും കറക്റ്റ് ടൈമായിരിക്കും, ഇച്ചിരി തണുപ്പും കാര്യങ്ങളൊക്കെ ആവുമെന്നൊക്കെ കരുതിയിട്ട് അങ്ങനെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോഴും എൻ്റെ ക്യാമറ വുമൺ കണ്ടോ, നിങ്ങൾക്ക് ഗ്ലാസ് വഴി കാണാൻ പറ്റും, തകർത്ത് വീഡിയോ എടുക്കുന്നുണ്ട്. അല്ലാതെ സാധാരണ അവളെ വീഡിയോയ്ക്ക് വിളിച്ചാലൊന്നും അവളങ്ങനെ വരത്തൊന്നുമില്ല. ഇല്ല ചേച്ചീൻ്റെ വീഡിയോ ഒന്നും എടുക്കരുത്, ഇടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആൾ പറച്ചിലൊക്കെയാണ്. പക്ഷേ ഇതിപ്പം കറക്റ്റ് അവളെ കിട്ടുന്നുണ്ട് കേട്ടോ. അവൾ എടുക്കുന്നത് കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ അങ്ങോട്ടൊക്കെ പോകുന്ന ടൈമിൽ എന്ത് കിട്ടിയാലും പാവം ബാക്കിൽ നിന്നിട്ട് ചേച്ചി ഞാൻ അതെടുത്തിട്ടുണ്ടേ ഇതെടുത്തിട്ടുണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ പറയും, നീ അങ്ങോട്ട് പോകുന്ന ടൈമിലെല്ലാം പറയുന്നുണ്ട്, നീ ആകാശം നോക്ക്, നല്ല ഭംഗിയുണ്ട് എന്ന് ഞാൻ അവളുടെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആകാശം നോക്കിയല്ല ഓടിച്ചാൽ റോഡ് നോക്കിയൊക്കെ തന്നെയാണ് കേട്ടോ ഓടിച്ചത്. പക്ഷേ നല്ല ഭംഗിയുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് അങ്ങോട്ടൊക്കെ പോയപ്പോഴത്തേക്കും കുറച്ച് വഴിയൊക്കെ മാറി എങ്കിലും നമ്മൾ ഓരോ സ്ഥലത്ത് ഇറങ്ങിയിട്ട് ചോദിച്ചിട്ടൊക്കെ പോയത്. പക്ഷേ പോകുന്ന വഴിക്ക് ഈ ഒരു പള്ളി കണ്ടിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കേട്ടോ ഈ ഒരു പള്ളി കാണാനായിട്ട്. പക്ഷേ അവിടെ നിർത്തി ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. പിന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ 1-2 സ്ഥലത്ത് നമ്മൾ ഇതേപോലെ ജമന്തി കൃഷികളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി പൂക്കളുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ചൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ അവിടെയൊക്കെ എത്താറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്താറായിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കുറച്ച് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. മണിക്കുട്ടി ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനൊരു ഹാപ്പിനെസ് ഓർക്കുണ്ട്. എപ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട്, ഈ എപ്പോഴും പൊന്മുടി മാത്രമേ കിട്ടാറുള്ളൂ, വേറെ എങ്ങോട്ടും പോകാൻ പറ്റില്ലെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ എനിക്ക് അവിടെ ഇഷ്ടമാണ് പോകാനായിട്ട്. കാരണം അവിടുത്തെ ചാറ്റൽ മഴ, മൂടൽ മഞ്ഞ്, അതൊക്കെ ഒരു പ്രത്യേക ഒരു വൈബാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഈ കുറച്ച് തണുത്ത അങ്ങനെയൊക്കെ പോകാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ഒത്തിരി അവിടുത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് അവിടുത്തെ സദാസമയം മഞ്ഞ് പെയ്തിറങ്ങുന്ന മലനിരകളാണ്. പക്ഷേ സദാസമയമൊന്നും ഞാൻ പറയാറില്ല, കാരണം വെയിലാണെങ്കിൽ അവിടെ മഞ്ഞൊന്നും കാണാറില്ല. പക്ഷേ നല്ല നമ്മുടെ ഈ മഴ ആ ഒരു ക്ലൈമറ്റിൽ പോവുകയാണെങ്കിൽ സെറ്റ് വൈബായിരിക്കും. എല്ലാവരും ആ ഒരു ടൈം നോക്കി പോവാൻ നോക്കുക. പോയിട്ടുണ്ട് ഒത്തിരി പേര്, പോകാത്തവർ പോവുക, അല്ല പോയിട്ടുള്ളവർ അവിടെ ഇഷ്ടമുള്ളവർ വീണ്ടും പോകാൻ ശ്രമിക്കുക.
തിരുവനന്തപുരത്തു നിന്നാണ് നമ്മൾ വരുന്നതെങ്കിൽ ഏകദേശം 60 കിലോമീറ്റർ ദൂരമുണ്ട് ഇങ്ങോട്ടേക്ക്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ചെറിയ ഇടുക്കിയിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ പൊന്മുടിയെ വിശേഷിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു അരുവി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ മുന്നേ ഞാനും ചേട്ടനൊക്കെ വന്ന ടൈമിൽ ഈ അരുവിയിൽ കുറച്ചും കൂടി നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മഴ സമയമായിരുന്നു. ഇപ്പോൾ ഇച്ചിരി വെള്ളം കുറവ്. പിന്നെ കാശിക്ക് അധികം വയ്യാത്തതുകൊണ്ട് കൂടുതൽ വെള്ളത്തിലൊന്നും ഇറക്കിയില്ല. നമ്മളിങ്ങ് കയറിയതിന് ശേഷം നമ്മൾ മുകളിലേക്ക് പോയപ്പോഴത്തേക്കും എല്ലാവരും വണ്ടിയൊക്കെ നിർത്തി ഈ സൈഡിലോട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ യു ടേൺ വന്നപ്പോഴത്തേക്കും കറക്റ്റ് എന്താണെന്ന് കണ്ടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി മുകളിൽ നിർത്തുന്നത് നോക്കിയപ്പോഴാണ് ഇവരെ കണ്ടത്. കുറച്ച് നേരം അവിടെ നിന്നിട്ട് നോക്കിയിട്ട് നിന്നപ്പോൾ പിന്നെ നമ്മൾ അടുത്തേക്ക് വരാനായിട്ട് തുടങ്ങി. അങ്ങനെ നമ്മൾ പേടിച്ച് അവിടെ നിന്ന് പിന്നെ തിരിച്ച് പോയി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് പോസ്റ്റിൽ നമുക്ക് ഒരാൾക്ക് 50 രൂപ വെച്ച് 100 രൂപ ആയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ എടുത്തതിന് ശേഷം അകത്തേക്ക് വന്നപ്പോൾ ഒരു കാട്ടിനെല്ലിക്കൊക്കെ തന്നായിരുന്നു കേട്ടോ. കാശിക്ക് കൊടുത്തു. അപ്പോൾ എനിക്കും തന്നു. കാട്ടിനെല്ലിക്ക് ഉപ്പൊക്കെ തന്നു. അതും കഴിച്ചോടെ ഞങ്ങൾ കയറിയത്. നമ്മളിപ്പോൾ പറഞ്ഞ വഴിക്ക് നമ്മൾ ആദ്യം മനുഷ്യരെ കണ്ടു. നമ്മുടെ മണിക്കുട്ടിയുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. കാശിക്ക് നല്ല വിശപ്പായി. എനിക്കറിയായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ അവിലൊക്കെ നനച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവന് വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവന് വേണ്ട. പക്ഷേ പുറത്തേക്ക് പോകുമ്പോൾ അവന് ഭയങ്കര വിശപ്പാണ്. അപ്പോൾ അത് കരുതി ഞാൻ മുന്നേ എല്ലാ ഫുഡും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ മുകളിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ വിജയകരമായി നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു കുഴപ്പമില്ലാതെ മേളിലെത്തിയിട്ടുണ്ട്. കാരണം എൻ്റെ ഡ്രൈവിംഗ് ആയതുകൊണ്ട് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ലായിരുന്നു. എന്തായാലും കപ്പെടുക്കാതെ മേലുവരെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് എല്ലാ വട്ടവും വരുമ്പോഴും നമ്മൾ അപ്പുറത്തെ സൈഡൊക്കെ ഞാൻ പോവാറുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മണിക്കുട്ടി നമുക്ക് ഇങ്ങോട്ട് തന്നെ ആദ്യം പോകാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ അവൾക്ക് വേറെ ഒബ്ജക്ഷൻ ഒന്നുമില്ല. ഞാൻ എവിടെ പോകുന്നു എൻ്റെ ബാക്കിൽ നിന്ന് വാല് പോലെ വീഡിയോ എടുത്ത് വരിക എന്നുള്ളതായിരുന്നു അവളുടെ മെയിൻ പണി. ഞാൻ എങ്ങോട്ട് പോയാലും ചേച്ചി ഞാൻ പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ചേച്ചി ഫോട്ടോ എടുത്തരാം. വേണ്ട കുഴപ്പമില്ല ചേച്ചി ഞാൻ ചേച്ചിയുടെ കൂടെ തന്നെ വന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ബാക്കിൽ നിന്ന് അവൾ വന്നിട്ട് ഇവിടെ നോക്കിയാൽ ഹായ് സൂപ്പർ ചേച്ചി ഇതായിരുന്നു അവളുടെ മെയിൻ ഡയലോഗ്. അങ്ങനെ നമ്മൾ പോയി കുറേയൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ വരണ വഴിക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മൾ പൊന്മുടി എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇവിടുന്നതോ മേലോട്ട് പോകണമെന്നുണ്ട്. ഇദ്ദേഹം നടക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും കാശ് നടക്കുമോ കാശൂട്ടാ? നടക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മിക്കാറും പാതി വഴിയിൽ യാത്ര മുണ്ടിയാകേണ്ടി വരുമെന്ന് തോന്നുന്നു. നമ്മളങ്ങ് പോകണല്ലേ കാശിന് എവിടെയാ പോകണ്ടേ? എവിടെയാ പോകണ്ടേ? മുകളിലോട്ടോ എങ്ങോട്ടാ പോകണ്ടേ? നീലേ നമ്മളടുത്ത് മുകളിൽ പോകണമെന്ന് പറഞ്ഞാലേ നമ്മൾ ഇങ്ങോട്ട് വന്നാ ഒരു ഫാമിലി ടൂർ. വാ ഗൈസ് നമുക്ക് അങ്ങോട്ട് പോവാം. പക്ഷെ നടക്കണ കാര്യം ആലോചിക്കുമ്പോൾ വലിയ കാര്യത്തിനൊക്കെ വന്നു. പക്ഷെ നടക്കാൻ മാത്രം എനിക്ക് വയ്യ. ഇങ്ങോട്ട് വണ്ടി വിട്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നമുക്ക് JCB ഇറങ്ങി കളയാന്ന്. കാശി വല്ലതും പറയാനുണ്ടോ? താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഒന്നും പറയണ്ട. എന്നാണ് കാശി നടക്കണേ. ഒരു പിടിയും കിട്ടണമെങ്കിൽ ഓട്ടം കൊണ്ട് ഇവൻ രാവിലെ റബ്ബറും പാലങ്ങാനാണോ എന്തോ കുടിച്ചെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം കുതിച്ച് ഓട്ടായിരുന്നു. ഇവൻ്റെ ബാക്കിൽ നിന്ന് എത്താൻ വേണ്ടി ഞാനും മണിക്കുട്ടിയും കൂടെ ഓടുള്ളൂ. ലാസ്റ്റ് ഞങ്ങൾ തളർന്ന് നിന്ന് അവൻ ഓടി അങ്ങ് മുകളിലെത്തി. അതിനുശേഷം ആ ഒരു മുകളിലത്തെ ഒരു വ്യൂ ഉണ്ടായിരുന്നു. അവിടെ ഇരിക്കത്തക്ക രീതിയിലേക്ക് 2 ഫോട്ടോയൊക്കെ എടുക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേര് നമ്മളെ നോക്കുന്നൊക്കെ കാരണം പിന്നെ ഒരു ചെറിയ ചമ്മലാണ് നമ്മൾ അവിടെ നിന്ന് വന്നു. എന്നാലും കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. ഗൈസ് നമ്മൾ പിന്നെ മുകളിൽ ഭാഗത്ത് കയറുന്നത് ഏതാണ് സെക്ഷൻ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. അങ്ങോട്ടൊക്കെ നമ്മൾ മിക്കുള്ള വട്ടം വന്നപ്പോഴത്തേക്കൊക്കെ ഞാൻ പോയിട്ടുള്ളതാണ്. ഇങ്ങോട്ടാണ് ഞാൻ ഇപ്പോൾ ആദ്യമായിട്ടാണ് പുതിയൊരു സ്ഥലത്തേക്കാണ്. പുതിയൊരു ഏരിയ അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ സംഭവം മുന്നേ വന്നിട്ടുള്ളപ്പോഴെല്ലാം ഞാൻ ചേട്ടൻ്റെയോടെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ പുറകെ ഇരുന്നാൽ മതിയല്ലോ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇന്ന് ഇങ്ങോട്ട് വരാൻ നേരത്തെ എനിക്ക് ഏതാണ് എളുപ്പ വഴിയെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ 1-2 ഫ്രണ്ട്സിനെ വിളിച്ചു. പിന്നെ അവരാണ് പറഞ്ഞത് നെടുമങ്ങാട് വിദൂര വഴി കയറി വരുന്നതാണ് ഇത് കുറച്ചും കൂടി എളുപ്പമെന്ന് പറഞ്ഞു. അങ്ങനെ കട്ട് ചെയ്തൊക്കെ കയറി വന്ന് കുറച്ചൊക്കെ നല്ല മഴയായിരുന്നു അങ്ങോട്ട് വരണ വഴിക്ക്. അപ്പം മണിക്കൂട്ടിൻ്റെ അടുത്തും ചേച്ചി നമ്മൾ വന്ന ടൈം വെയിലായി പോയി ചേച്ചി, നമുക്കിനി മഴ സമയത്ത് ഒരു വട്ടം വരണം കേട്ടോ ചേച്ചി. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഒരു മഴ
മഴ പെയ്യുന്ന ഒരു സമയത്ത് നിന്നെ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് കയറി വന്നത്. എന്താ എന്തോളം പ്രാർത്ഥന അങ്ങ് ദൈവം കേട്ടു. വർണ്ണ വഴിക്ക് പിന്നെ പേര് ഏകദേശം നമ്മളിങ്ങ് എത്താറായി. ചെക്ക് പോസ്റ്റ്, സെക്കൻഡ് ചെക്ക് പോസ്റ്റ് ഏകദേശം എത്താറായ ടൈമിലായിരുന്നു പിന്നെ മഴ. പിന്നെ നമ്മൾ റെയിൻകോട്ടൊക്കെ ഇട്ട് പിന്നെ അവ കൂടെ കണക്കിന് ഞാൻ റെയിൻകോട്ടൊക്കെ കൊണ്ടുവന്നത് കൊണ്ട് രക്ഷപ്പെട്ട. ഇല്ലെങ്കിൽ മണിക്കുട്ടി ഒന്ന് ഊട്ടിയിട്ടുണ്ട്. അവൾ മഴയൊക്കെ ആസ്വദിച്ചിന്ന് പോയിട്ട് വന്നതായിരുന്നു. എന്നിട്ട് അവിടെ നിന്നൊക്കെ കയറി നമ്മൾ കുറച്ച് വന്നപ്പോൾ പിന്നെ എൻ്റെ കുഞ്ഞിന് ഭയങ്കര വിശപ്പായി. അങ്ങനെ വീട്ടിൽ നമ്മൾ അവല് പോകത്തതൊക്കെ കൊണ്ടുവന്നായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ഇതിലേക്ക് ചേർത്തേക്കാം കേട്ടോ. അതൊക്കെ എടുത്ത് ഇവിടെ വന്ന് ഇങ്ങോട്ട് കയറി. അപ്പോൾ താഴെ ഊഞ്ഞാലിട്ടാണ് കണ്ട്. അപ്പോൾ ഊഞ്ഞാലിട്ട് കയറണമെന്നൊരാഗ്രഹമുണ്ട്. പക്ഷെ അങ്ങോട്ടൊന്നും പോകാൻ എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ കൂടുതൽ വട്ടം വന്നപ്പോഴും ആ ഒരു ഏരിയയിൽ കൂടുതലും കറങ്ങിയിട്ടുള്ളതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. പിന്നെ ഇത് ഇങ്ങോട്ട് ആ സെക്ഷനിൽ അതൊക്കെ പൊളിഞ്ഞിടക്കുന്നത് എന്തോന്നോ സംഭവം എന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടാകുന്ന നോക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇനി അങ്ങോട്ടൊക്കെ പോകണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ചലി ചെയ്യാൻ പോവാം. കയറി എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഇപ്പം ഞാൻ അറിയാൻ വീണ് കപ്പെടുക്കും. അപ്പോൾ ഗൈസ് നമ്മളിതല്ല അത് എന്തെന്ന് നോക്കാൻ വേണ്ടി വന്നതാണേ. അപ്പോൾ അങ്ങോട്ട് നോ എൻട്രി ബോർഡ് കണ്ടു. ചുമ്മാതെ നമ്മൾ ഈ തേടി കയറി വന്നു. നല്ല ആവശ്യം ഉണ്ടായിരുന്നു. അവർക്കെത്തി കാണാൻ പറ്റുന്ന രീതിക്കുള്ളൊരു ബോർഡ് വെച്ചുകൂടിയിരുന്നെങ്കിൽ നമ്മൾ എത്തി കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ കയറി വെച്ചിരുന്നു. ഇത്ര കഷ്ടപ്പെട്ട് നമ്മൾ താഴോട്ട് അങ്ങനെ പോകില്ല. ഇപ്പം കൂടി കയറി വന്നപ്പോഴത്തേക്കും നിരോധിത മേഖല ബോർഡ് വെച്ചേക്കുന്നു. എന്തുണ്ട് കേരള പോലീസ് ടെലികമ്മ്യൂണിക്കേഷൻസ് വയർലെസ് മറ്റേ എന്തോ എൻ്റെ സ്റ്റേഷനാണ് കേട്ടോ. കേരള പോലീസ് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റൂല. നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് നമ്മൾ ശരണം വിളിച്ച് വീണ്ടും തിരിച്ച് പോകണം. എന്നിട്ട് വേറെ അടുത്ത അപ്പുറത്തെ സൈഡിലോട്ട് അങ്ങനെ പോകണം. എന്നിട്ട് അവിടെ പോയി അവർ വിടുന്നതൊക്കെ 2 കൂക്കൊക്കെ ഇട്ട് 2 കൈയൊക്കെ അടിച്ച് പിള്ളേർ പോയെന്നാണ്. അവിടെ നിന്ന് കുറച്ച് ഗ്യാങ്സ് കയറി വരുന്നുണ്ട്. പിള്ളേർ നല്ല വൈബിൽ കയറി വരുന്നു. അപ്പോൾ എന്താണ്, വരൂ കൂട്ടുകാരെ, ഒന്നിച്ച് നമുക്ക് പോകാം. ഒന്നിച്ച് നമ്മൾ പോയാൽ വിജയം നമുക്ക് ഉറപ്പാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ വെറും പട്ടി ഷോയാണ് ഗൈസ്. കുറച്ച് ഞാൻ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തോണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ടൈപ്പിലൊന്നുമല്ല കുട്ടി എടുത്തത്. എന്നാലും കുഴപ്പമില്ല, ഞാൻ അതൊക്കെ വെച്ചങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ എന്താ പോകുന്നു അടുത്ത കുരിപ്പ്. അതിനെയും കൊണ്ട് ഒരു വിധത്തിൽ നമ്മൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ടും അങ്ങനത്തെ ടൈപ്പായിരുന്നു. പക്ഷെ എന്നാലും ആൾ ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ മുകളിൽ നിന്നൊക്കെ താഴോട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ കയറിപ്പോയ ടൈമിൽ ഈ ഊഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പക്ഷേ നല്ല ആളായിരുന്നു ഇവിടെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ മുകളിൽ പോയിട്ട് തിരിച്ച് പോകാനായിട്ട് വരുന്ന ടൈമിൽ കയറാമെന്ന് വെച്ചിരുന്നതാണ്. അപ്പോൾ വന്ന് പാവം പാപ്പുവിന് അമ്മയ്ക്ക് ഊഞ്ഞാലിരിക്കണ്ടേ അമ്മ നേരത്തെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ അവന് അതായിരുന്നു ചിന്ത. അങ്ങനെ കൊണ്ടുവന്ന് കുറച്ച് നേരം എൻ്റെ കൂടെ ഇരുന്ന് ഊഞ്ഞാലിൽ കാട്ടി. അതിന് ശേഷം നമ്മളവിടെ ക്യാൻറ്റീനിൽ കയറിയിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് ചായ വാങ്ങിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ അവന് വിശക്കണമെന്ന് പറഞ്ഞിട്ട് ബ്രെഡും ഓംലേറ്റും വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തേൻനെല്ലിക്കയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ആ കാരണം ഞാൻ പോകുന്ന വഴിക്ക് പറയാം എന്താണെന്ന്. ഞങ്ങൾ സത്യത്തിൽ നമ്മളവിടെ ആദ്യം കട്ടൻ ചായ കുടിക്കാൻ പോയ സ്ഥലത്താണെങ്കിൽ അവിടുത്തെ ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പോകണം, രാത്രിയായ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്, ആനയെ കണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇല്ല, വരുന്നവർക്ക് ആനപ്പിണ്ടം കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴും അവർ പറഞ്ഞ് നിങ്ങൾ കളിയാക്കണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞു കളിയാക്കിയതല്ല, കാര്യമായിട്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഇല്ല, ആന ഇറങ്ങും, പിന്നെ പോകുമ്പോൾ വലിയ വണ്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അങ്ങ് പോകണം, നിങ്ങൾ സ്കൂട്ടിയിൽ മാത്രമാകുമ്പോഴത്തേക്കും ചിലപ്പം ആന വരട്ടെ എങ്ങാനും ചെയ്യും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയതാണ്. ഇറങ്ങിയിട്ട് താഴേക്ക് വന്നപ്പോഴും മോന് വിശക്കണം എന്ന് പറഞ്ഞ് ബ്രെഡ് വാങ്ങിച്ചു കൊടുക്കാൻ കടയിൽ കയറിയപ്പോഴത്തേക്കും അവിടുത്തെ ചേച്ചി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ തന്നെ ഇവിടെ നിന്ന് പോകുമ്പോൾ 7:30 മണിയാവും, ഞങ്ങൾ ഇതുവരെയും പോയിട്ടതോ ഞങ്ങൾ ആ സമയത്തൊന്നും ആനയെ കണ്ടില്ല, ആന ഇറങ്ങും പക്ഷേ അത് രാത്രിയാണ്, അല്ലാതെ ഒന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ആശ്വാസമായി. അങ്ങനെ എന്നാലും നമ്മൾ നേരത്തെ ഇങ്ങ് പോകുന്നു, ചുമ്മാ ആനയ്ക്ക് പണി കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ നേരത്തെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൊന്മുടി ട്രിപ്പ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്കാണ്. ഈ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണം.